ബഷീർ വടക്കനെ എഴുതിയ കനൽ പെയ്ത്ത് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. തൃശൂർ മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ അമ്പിളി പുസ്തകം പ്രകാശനം ചെയ്തു. മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കേരള പ്രവാസി സംഘം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. കയ്പമംഗലം പൂരിക്കുഴിയിൽ നടന്ന സംഗമം കേരള പ്രവാസി സംഘം സംസ്ഥാന ട്രഷറർ ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടി യുവഗ്രാമം ജോബ് ഭവന്റെ 6ാമത്തെ വീടിന്റെ താക്കോൽദാനം വെട്ടിക്കുഴിയിൽ നടത്തും. മുൻ MLA ഡോക്ടർ സ്റ്റീഫൻ ജോർജ് താക്കോൽദാനം നിർവഹിക്കും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കൊല്ലം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം പ്രസിഡന്റ് S ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ OP ടിക്കറ്റ് നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. സംഭവത്തിൽ മുദ്രാവാക്യങ്ങളുമായി റോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം വളാഞ്ചേരി നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ നവീകരിച്ച മടത്തിയാർക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ചു. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാവേലിക്കരയിൽ കാറിടിച്ച് ഹോട്ടൽ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിലായത് ചെറിയനാട് സ്വദേശി സൂരജ് ദേവ്. തൃശൂർ മാടക്കത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ധർണയും നടത്തി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധം ജനറൽ സെക്രട്ടറി സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ച് കുടിവെള്ള വിതരണം നടത്തി. ലയൺസ് ക്ലബ്ബ് ഓഫ് കടപ്രയും ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്.